ശ്രീൻ ഷംസുദ്ദീൻ, അട്ടപ്പാടിയിലുണ്ടായിരുന്ന ആദിവാസികളുടെ എണ്ണം 60,000 ആയിരുന്നു. ഇന്നത് 27,000 ചുരുങ്ങിയിരിക്കുന്നു. അട്ടപ്പാടി ബ്ലോക്കിലെ 190 ഊരുകളിലുള്ള 3 ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് 28 വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എത്രത്തോളം അത് അവിടുത്തെ ആദിവാസി വിഭാഗത്തിന് പ്രയോജനം ചെയ്തിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ടോ താങ്കൾ? ഞങ്ങളതൊക്കെ കൃത്യമായി പരിശോധിക്കുന്നതാണ്. സ്മൃതി, എനിക്കൊരു മിനിറ്റ് അനുവദിക്കണം. നിങ്ങൾ ഈ ചർച്ച കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ വന്ന ഉടനെ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ സെൽഫി എടുത്ത് വിട്ട ഉബൈദ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ പ്രതിപ്പട്ടികയിലില്ല, അയാൾ പ്രതിപ്പട്ടികയിൽ വരേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാൾ അന്വേഷണത്തിൽ വരേണ്ടതാണെങ്കിൽ വരണം. നിങ്ങൾ എന്നിട്ട് എന്താ എഴുതി കാണിക്കുന്നത്? ഉബൈദിന് പങ്കെന്ന് MLA, ഉബൈദിനെ പ്രതിയാക്കണം MLA. ഇതൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണ്? അയാൾ പ്രതിയാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ, അയാളെ പ്രതിയാക്കട്ടെ. അയാളാണ് പടമെടുത്തത്, അയാളുടെ പടമാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അയാളുടെ കുറ്റം താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? പടമെടുത്ത ഞാൻ പറഞ്ഞില്ല, എനിക്ക് അയാളെ ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതൊരു മാധ്യമ പ്രവർത്തനമല്ല. താങ്കളോട് ചോദിച്ച വരികൾ താങ്കൾ പറഞ്ഞു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് താങ്കൾ ആദ്യം പറഞ്ഞു. ശരിയല്ലേ? താങ്കളുടെ പ്രചാരണത്തിൽ വന്ന വ്യക്തി അതെങ്ങനെയുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ശരിവെച്ചു. ശരിയല്ലേ? ഒരു മിനിറ്റ് സ്മൃതി, ഒരു സെക്കൻഡ്. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറഞ്ഞു. അല്ലാതെ ഇവിടെ പോലീസല്ലേ തീരുമാനിക്കേണ്ടത് ആരാണ് പ്രതിന്ന്? ഇൻവെസ്റ്റിഗേഷൻ അവരല്ലേ നടത്തുന്നത്. നമ്മൾ ഈ ചാനൽ റൂമിൽ ഇരുന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഈ സോഷ്യൽ മീഡിയ കൊണ്ട് കേസന്വേഷണത്തെ കാര്യം എന്തുമാകട്ടെ നമ്മൾക്കറിയില്ല. ഇങ്ങനെ നമ്മൾ സ്വാധീനിക്കാൻ പാടില്ല. ഈ പറഞ്ഞ ഉബൈദ് പ്രതിയാണെങ്കിൽ പ്രതിയാവട്ടെ, ആ രീതിയിൽ ശ്രീ ഷംസുദ്ദീൻ പ്രതിയാണെന്ന് ഞങ്ങൾ കേരളം കരുതുന്നു, ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നു, മാധ്യമപ്രവർത്തകർ കരുതുന്നു. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്റെ പേരിൽ അയാൾക്ക് മേൽ കൊലക്കുറ്റം ചുമത്തണം MLA എന്ന് എഴുതി കാണിക്കുന്നത്? അങ്ങനെയെങ്കിൽ അയാൾക്കെതിരെയും കൊലക്കുറ്റമല്ലേ ചുമത്തേണ്ടതെന്നായിരുന്നു എന്റെ ചോദ്യം. ശ്രീ ഷംസുദ്ദീൻ, ഇപ്പോൾ വലിക്കാം ആ ബ്രേക്കിംഗ്. ഉബൈദ് കൊലക്കുറ്റം ചുമത്തേണ്ട ആളെന്ന് താങ്കൾ പറഞ്ഞാൽ മതി, ഇപ്പോൾ പറഞ്ഞാൽ മതി. ശ്രീ ഷംസുദ്ദീൻ, മാധ്യമ സംസ്കാരം എന്ന് താങ്കൾ പറയണ്ട. ശ്രീ ഷംസുദ്ദീൻ, ഒരു നിമിഷം. ആ ഫോട്ടോ എടുത്തതിന്റെ ഗൗരവം, അവിടെ അടിച്ചു കൊന്നതിന് ഒപ്പം തന്നെയുള്ള അത്രത്തോളം വലിയ ഗൗരവമുള്ള സംഭവമല്ലേ എന്ന് താങ്കളോട് ചോദിച്ചു. താങ്കൾ പറഞ്ഞു ശരിയാണെന്ന്, അല്ലേ? താങ്കൾ പറഞ്ഞില്ലേ? ആണ്. ആ അടിച്ച കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം തന്നെ അടിക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന് അതിനെ ശരിവെച്ചുകൊണ്ട് പടമെടുത്ത് ഫേസ്ബുക്കിൽ വീരനാവാൻ ശ്രമിച്ച ഉബൈദ് അയാൾ കൊലയാളിയാണ് എന്ന് ഞങ്ങൾ എല്ലാവരും കരുതുന്നു. അങ്ങനെ താങ്കളും കരുതുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. താങ്കൾ പറഞ്ഞു കരുതുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് ന്യായീകരിക്കാൻ വരുന്നില്ല. അയാൾ കൊലയാളിയാണെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്തോട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളൊരു വ്യാഖ്യാനം ഇവിടെ കൊടുക്കേണ്ടതില്ല. താങ്കളുടെ ബുദ്ധിമുട്ട് ഉബൈദുമായി താങ്കൾക്ക് എന്ത് ബന്ധം എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനം മനസ്സിലാക്കട്ടെ അതെങ്ങനെയാണ് കണക്കിലെടുക്കേണ്ടത് എന്ന്. അത് പോകട്ടെ, MLA എന്ന നിലയ്ക്ക് ശരി, അത് വലിക്കാം, ആ ബ്രേക്കിംഗ് വലിക്കാം. താങ്കൾ ഉദ്ദേശിക്കുന്ന അതല്ലെങ്കിൽ അത് വലിക്കാം. നിങ്ങളുടെ ഈ രീതി ഒട്ടും ശരിയല്ല സ്മൃതി. നിങ്ങളൊരു സഹോദരിയല്ലേ, നിങ്ങളുടെ ഈ രീതി ഒട്ടും ശരിയല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരാളെ കണ്ടു, അയാൾ കേസിൽപ്പെട്ടു എന്ന് എവിടെയാണ് വാർത്ത വളച്ചൊടിച്ചത്? എവിടെയാണ് പറഞ്ഞത് വളച്ചൊടിച്ചത്? ലാസർ ഷൈൻ, ഈ വിഷയം ഇങ്ങനെ ചുരുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ അതിന്റെ ധാർമ്മികതക്കൊപ്പം നിന്നു, എന്നിട്ട് നിങ്ങൾ വാർത്ത വളച്ചൊടിക്കുക. ഷംസുദ്ദീൻ എംഎൽഎയോട് ഇന്നലെ യാത്ര ചെയ്തു വരികയായിരുന്ന ഷംസുദ്ദീൻ MLA ഈ വിവരം വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാനാണ് ഇദ്ദേഹത്തിന് വാർത്ത വായിച്ചു കൊടുത്തത്. അപ്പോഴേക്കും ഈ മരണം നടന്ന് 3 മണിക്കുള്ള മരണം നടന്ന് ഏതാണ്ട് 10 മണി രാത്രിയായിട്ടുണ്ട്. ആ സമയത്തും സ്ഥലം MLA ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഞാനാണ് വാർത്ത അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തത്. ഈ സ്ഥലത്തുള്ള നമ്മുടെ അദ്ദേഹം പാർട്ടി സമ്മേളനത്തിലാണ്. അദ്ദേഹവും ഇത്രയും മണിക്കൂറിന് ശേഷം ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ 2 പേരും മധു മരിച്ചത് കൊണ്ടാണ് ഈ സംഭവം അറിയാതെ പോയത്. അതിന് പകരം സെൽഫി എടുത്ത ഉബൈദ്, ഇപ്പോ നമ്മൾ നോക്കുക, ഈ MLA അടക്കം ഭയപ്പെടുകയാണ് ഉബൈദിനെ. ആ ഉബൈദാണ് ഈ മധുവിന്റെ വിധി ഉണ്ടായിരുന്നതെങ്കിൽ ഇവർ 2 പേരും അറിയുമായിരുന്നു. ഇത് മധു ആയതുകൊണ്ടാണ് ഇവർ അറിയാതെ പോയത്. ഞാനിത് മറ്റൊരു കുറ്റപ്പെടുത്തുന്നു എന്ന് കരുതണ്ട. ഇതൊരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്.
വളരെ പ്രധാനപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട ഒരു കൊലപാതകം നടന്നിട്ട് ആ സ്ഥലത്തെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, രണ്ട് പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ആ സംഭവം 5 മണിക്കൂറിന് ശേഷം അറിഞ്ഞിരുന്നില്ല. ആ സമയം വരെ പോലീസ് കൈകാര്യം ചെയ്തിരുന്നത് ഒരു മോഷണ കേസ് പ്രതിയെ നാട്ടുകാർ പിടികൂടി തന്നു എന്നുള്ള നിലയിലാണ്. ഇതാണ് ഇതിന്റെ വസ്തുത. നിങ്ങൾ ഈ വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംസാരത്തിന് തയ്യാറാകരുത് മിസ്റ്റർ ശംസുദ്ദീൻ. നിങ്ങൾക്ക് ഭയമാണ് ഉബൈദിനെ പോലും, നിങ്ങൾക്ക് പക്ഷെ മധുവിന് ഭയമില്ല. കാരണം മധു ഒരു ആദിവാസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വോട്ടർ അല്ലാത്ത നിങ്ങൾ കരുതുന്നു മധു നിങ്ങളുടെ വോട്ടർ അല്ല, പക്ഷേ ഉബൈദടക്കമുള്ള ആ കൊലയാളികൾ നിങ്ങളുടെ വോട്ടർമാരാണെന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ആ കൊലയാളികളുടെ കൂട്ടത്തിലാണ്, നിങ്ങൾ തന്നെയാണ് ആ കൊലയാളികൾ. അത് നിങ്ങൾ തിരിച്ചറിയുക. ഒന്ന്, അതും കേരളം കണ്ടതാണ് മിസ്റ്റർ ശംസുദ്ദീൻ. ആദിവാസികൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ. ശ്രീ ശംസുദ്ദീൻ, ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി നൽകൂ. 60,000-ഓളം ഉണ്ടായിരുന്ന ആദിവാസികളുടെ എണ്ണം അട്ടപ്പാടിയിൽ 27,000-ആയി ചുരുങ്ങിയത് എങ്ങനെ? അട്ടപ്പാടി ബ്ലോക്കിലെ 190 ഊരുകളിലെ 3 ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് 28 വകുപ്പുകൾ പ്രവർത്തിക്കുന്നത് എത്രത്തോളം പ്രയോജനകരമാകുന്നുണ്ട് അവിടുത്തെ ആദിവാസികൾക്ക്? അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ കുറെ കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ജനസംഖ്യയുടെ കുറവും എണ്ണം കുറയുന്നതും രോഗങ്ങൾ മറ്റ് നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ 7 വർഷമായി അട്ടപ്പാടിയിലെ MLA ആണ്. ഞങ്ങൾ ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ് സംവിധാനം, കഴിഞ്ഞ തവണ UDF ഭരിക്കുമ്പോഴും ഇപ്പോൾ LDF ഭരിക്കുമ്പോഴും നിലവിലുള്ള സംവിധാനത്തിൽ ഈ സമൂഹത്തിന് ലഭിക്കാവുന്ന അവകാശങ്ങളെല്ലാം കൊണ്ടുവരാൻ പരമാവധി യത്നിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ, ആരോഗ്യ, മറ്റു മേഖലകളിലൊക്കെ കാര്യത്തിലൊക്കെ പരമാവധി ഞങ്ങൾ കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതാണോ? 2000-ഓളം വീടുകൾ കഴിഞ്ഞ 6-7 വർഷത്തിനുള്ളിൽ ആദിവാസി സമൂഹത്തിന് കൊടുത്തത് ചെറുതാണോ? ഇവിടെ ചെറുതാക്കി കാണിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ, ഇവിടെ CK ജാനു അതിനെ വേറെ രൂപത്തിലാണ് പറഞ്ഞത്. ആ കമ്മ്യൂണിറ്റി കിച്ചൺ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന പദ്ധതി നടപ്പിൽ വരുത്തിയത് ചെറിയ കാര്യമാണോ? അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സ്കൂളുകൾ, കോഴ്സുകൾ, അങ്ങനെ എണ്ണിപ്പറയാൻ ഒട്ടനവധി സംഗതികൾ നമുക്കുണ്ട്. നമ്മൾ എടുത്ത എഫർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആപേക്ഷികമായി റിസൾട്ട് ഉണ്ടായിട്ടില്ല, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു 7 കൊല്ലത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പുള്ള ജനപ്രതിനിധികളുണ്ട്. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ ചെറുതാക്കി കാണേണ്ടതില്ല. അതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി പ്രവർത്തനങ്ങളുടെ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണം എവിടെ എത്തിയെന്ന് എന്ന് നോക്കിയാൽ തന്നെ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ടതില്ല. എനിക്ക് സ്മൃതി ഞാൻ ഈ മീഡിയ വണ്ണിയാരോട് ഒരു ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി ചർച്ചയിൽ നിന്ന് പിന്തിരിയുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ ആദിവാസി സമൂഹത്തിൻ്റെ കൂടെയാണ്. ഈ പ്രശ്നത്തിൽ ഇടപെട്ട ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എതിരെ അതിശക്തമായി കുറ്റകൃത്യത്തിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ മാത്രം ആരോപിച്ചു എന്നുകൊണ്ടും ആളുകൾ മനസ്സിലാക്കില്ല. ഞങ്ങൾക്ക് തിരിച്ചറിയാം. ഞങ്ങൾ ന്യായത്തിന്റെ കൂടെയാണ്. നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് നിങ്ങൾ കൊലയാളികളുടെ കൂടെയാണ്. ഞങ്ങൾ ഈ ആദിവാസി സമൂഹത്തിന്റെ വോട്ട് കിട്ടി വിജയിച്ചു വന്നവരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് 1ഉം 2ഉം തവണ ഈ ആദിവാസി സമൂഹം ഉൾപ്പെടെ ഞങ്ങളെ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിയതാണ്. കുറച്ച് ആളുകൾ വന്നിരുന്നിട്ട് ഞങ്ങളൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മോശക്കാരാവില്ല. മധു എന്ന യുവാവിന് കാട്ടിൽ ഒരു ഗുഹയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ട്? അത് തന്നെ തിരഞ്ഞെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് മധുവിനെ എത്തിച്ചത് എന്താ? അത് ഞാൻ പറഞ്ഞില്ല. അതിനൊക്കെ ജനപ്രതിനിധികളാണ് ഉത്തരം പറയേണ്ടത്. അവിടെയുള്ള ഒരു സിസ്റ്റത്തിൽ, അവിടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ ഒരാൾ വീട്ടിൽ കയറാതെ കാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാനും രാജേഷും ഉൾപ്പെടെ ഞങ്ങൾ റിവ്യൂ മീറ്റിങ്ങിന് പോവാറുണ്ട്. ഒരു ഉദ്യോഗസ്ഥനും ഇത്തരം ഒരു സംഗതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
അപ്പൊ അതൊക്കെ ഇനി ട്രൈബൽ അടുത്ത യോഗത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ അവരോട് സിസ്റ്റം ചോദിക്കും. അങ്ങനെ അത് പലതും പ്രവർത്തിക്കുന്നുണ്ടോ കറക്റ്റ് ചെയ്താണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് പരിശോധിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ? സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്, എന്താ സംശയം? എല്ലാ മാസവും യോഗം ചേരാറുണ്ട്. ഞാനും MP-യും ചിലപ്പോ വല്ല തിരക്കുണ്ടെങ്കിൽ ഒന്നിടപെട്ട യോഗങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എല്ലാം നന്നായി പോകുന്നു. അതിനിടയ്ക്ക് മധു എന്ന ഒരു യുവാവ് മരിച്ചത് അത് സങ്കടകരമായി പോയി. അങ്ങനെ പര്യവസാനിപ്പിക്കണം ഈ ചർച്ച, അല്ലേ ശ്രീ ഷംസുദ്ദീൻ? എല്ലാം മംഗളകരമായി പോകുമ്പോൾ ഒരു യുവാവ് മാത്രം കാരണമായി ഒറ്റപ്പെട്ട സംഭവം അല്ലേ? ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം അട്ടപ്പാടിയിൽ എന്നല്ല കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് സെൽഫി എടുത്ത ആളിലേക്കും ഫോക്കസ് ചെയ്യരുത്. സെൽഫി എടുത്ത ആളിലേക്കും ഫോക്കസ് ചെയ്യരുത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം, സമയം വളരെ കുറച്ചുള്ളൂ. ശ്രീ രാജേന്ദ്ര പ്രസാദ്, അവിടെയെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഷംസുദ്ദീൻ MLA പറഞ്ഞത്. താങ്കളുടെ അതിൽ നിന്നുള്ള ബോധ്യം, ഇന്നിപ്പോൾ നടൻ മമ്മൂട്ടി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ അതിനെ അപലപിക്കുകയാണ്. അങ്ങനെ അപലപിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമാണ്, മധുവിനെ ആദിവാസി എന്ന് വിളിക്കരുത്, മധു എൻ്റെ അനുജനാണ്. അപ്പോൾ ആദിവാസി എന്ന വിളി പോലും അത് മോശമാണ് എന്ന പൊതുബോധമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും വന്നത്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, കേൾക്കാമോ? ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ചോദിച്ചത് മമ്മൂട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സംഭവത്തിൽ മധുവിന്റെ മരണത്തെ അതിൽ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, മധുവിനെ ആദിവാസി എന്ന് വിളിക്കരുത്, മധു എന്റെ അനുജനാണ്, ആദിവാസി എന്ന വിളി പോലും മോശമാണ്. അതാണ് ഇവിടുത്തെ പൊതുബോധം. സമയക്കുറവുണ്ട്, സാങ്കേതിക തടസ്സം. ശ്രീ ലാസർ ഷൈൻ, താങ്കൾക്ക് മറുപടി പറയാം. ആദിവാസി എന്നത് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആദിവാസി എന്നത് മധു ആദിവാസി ആയതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. നമ്മൾ നേരത്തെ മുതലേ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. ആദിവാസിയായ മധു കൊല്ലപ്പെടുന്നു. ആദിവാസിയായ മധു കൊല്ലപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ കുറ്റം നമ്മൾ ഏൽക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിക്കേണ്ടത്. ഞാൻ പറയാം, അതൊരു ഒരു വലിയ ചോദ്യമാണ്. നമ്മൾ എത്രമാത്രം നാട്ടുവാസികളെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ എത്രമാത്രം ആ കുറ്റം ഏറ്റെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് ഇവിടെ പറഞ്ഞ കാര്യം, അട്ടപ്പാടി കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സാമൂഹിക വികാസത്തിൻ്റെയും പുരോഗതിയുടെയും നിലവാരത്തിൽ അതേ തരത്തിൽ ഉയർന്നിട്ടില്ല അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾ. അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നാം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. ആ സ്വയം വിമർശനം നമ്മൾ കേരളത്തിൻ്റെ വികസന മാതൃക ആകെ അംഗീകരിക്കേണ്ട ഒരു സ്വയം വിമർശനമാണ്. ഇവിടുത്തെ പ്രശ്നം ഈ കൊലപാതക കേസിൽ, അത് വേറെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നേരത്തെ പറഞ്ഞത് ഈ കൊലപാതക കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടി എന്ത് എന്നുള്ളതാണ്. 10 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജനും അതുപോലെ തന്നെ പുത്തലം ദിനേശനുമായിട്ട് സംസാരിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളത് 10 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാനും ശ്രീ AK ബാലനും കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയത്. സഹായധനം നൽകാനും കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനുമുള്ള തീരുമാനം സർക്കാർ അടിയന്തരമായിട്ട് തന്നെ കൈക്കൊള്ളും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഈ കുടുംബത്തിൻ്റെ കൂടെയാണ്, നീതി ലഭ്യമാക്കാനുള്ള നടപടികളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. മുഖ്യമന്ത്രി IG-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഈ അന്വേഷണം ഏകോപിപ്പിക്കാൻ വേണ്ടി, അതിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. വളരെ നന്ദി. ശരിയാണ്, നല്ല കാര്യം, ഇപ്പോൾ എടുക്കുന്ന നടപടികൾ നല്ല കാര്യം. പക്ഷേ അത് മധു എന്ന ഒരു യുവാവിന്റെ മരണത്തിൽ, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം ഒതുങ്ങരുത്. മുഴുവൻ ആദിവാസികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിലേക്ക് ഉയരാനാകണം ഈ സംഭവം വഴിതെളിക്കുന്നത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ആ പ്രതീക്ഷയോടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.